Hi everyone. In this session, we will continue the software phases of software development. സോ നമ്മൾ റിക്വയർമെൻറ്റ് എലിസിറ്റേഷനും ഫീസിബിലിറ്റി സ്റ്റഡി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. 2 ഫേസസ് ഓൾറെഡി കഴിഞ്ഞു. ഇൻ ദിസ് സെക്ഷൻ നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് ഫേസസ് ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. സോ ദ തേർഡ് വൺ ഇസ് സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പിംഗ് ആക്ച്വലി നമ്മൾ സോഫ്റ്റ്വെയർ എങ്ങനെ ബിൽഡ് ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എക്സാക്ട് ലോജിക് ഓഫ് ദി ഒറിജിനൽ സോഫ്റ്റ്വെയർ. അപ്പം ഇപ്പോൾ ഈ കാലത്ത് സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിക്കൊണ്ട് വന്നിരിക്കുകയാണ്. കാരണം ഓൾറെഡി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് മോഡൽ, അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മോഡൽ പോലെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആസ് ദ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. ആൻഡ് ഓൾസോ ആ പ്രോട്ടോടൈപ്പിൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പം നമുക്ക് വാല്യുബിൾ ഫീഡ്ബാക്ക് എന്താണ്, കസ്റ്റമറിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് നമുക്കതിൻ്റെ ഡിസൈനിൽ മാറ്റം വരുത്താം. അതുപോലെ നമുക്ക് ഡെവലപ്പേഴ്സിനോട് പറയാം എന്താണ് കറക്റ്റായിട്ട് യൂസേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റിൻ്റെ വ്യൂ എന്താണ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. സോ പ്രോട്ടോടൈപ്പിംഗ് ഇസ് ബേസിക്കലി എ വർക്കിംഗ് മോഡൽ ഓഫ് സോഫ്റ്റ്വെയർ വിത്ത് സം ലിമിറ്റഡ് ഫങ്ഷണാലിറ്റി. ആക്ച്വൽ സോഫ്റ്റ്വെയർ അല്ല, ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു വർക്കിംഗ് മോഡലിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. So in software prototyping, there are 3 types, that is throwaway or rapid prototyping, incremental prototyping, and evolutionary prototyping. We will see each prototyping in detail. First one is rapid prototyping, also known as throwaway prototyping. So it is basically rapid എന്ന് പറഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് എല്ലാം ചെയ്യുന്ന, ലൈക്ക് സംതിങ് റിലേറ്റഡ് ടു സ്പീഡ്, അങ്ങനെയൊക്കെയാണ് റാപ്പിഡ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് വെരി ക്ലോസ് എൻഡഡ് പ്രോട്ടോടൈപ്പിംഗ്. അതായത് ചെറിയ കുറച്ച് എഫേർട്സ് വെച്ച് മാത്രം, അതായത് മിനിമം റിക്വയർമെൻറ്റ്സ് മാത്രം വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു പ്രോട്ടോടൈപ്പ് ചെയ്യുന്നു. അതാണ് ത്രോ അവേ. അതായത് പെട്ടെന്ന് വിത്തിൻ എ ടൈം limit and within very little efforts we are doing a simple prototype. അപ്പം നമ്മുടെ ആക്ച്വലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം നമുക്ക് അണ്ടർസ്റ്റുഡ് ആണെങ്കിൽ നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് നമുക്ക് വേണ്ടാന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് അതനുസരിച്ച് ആക്ച്വൽ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാം. കാരണം എന്താണ്, നമ്മൾ ഓൾറെഡി പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ആ സിസ്റ്റത്തിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. Next, the second one you have is the evolutionary prototyping. Evolutionary prototyping is also called as breadboard prototyping. സോ ഇത് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ഫങ്ഷണൽ പ്രോട്ടോടൈപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മിനിമം ഫങ്ഷൻസ് വെച്ച് മാത്രമേ ഇത് ബിൽഡ് ചെയ്യുള്ളൂ. സോ യു ക്യാൻ സീ ദ സെക്കൻഡ് പോയിന്റ്, ദ പ്രോട്ടോടൈപ്പ് ഡെവലപ്ഡ് ഫോംസ് ദി ഹാർട്ട് ഓഫ് ദ ഫ്യൂച്ചർ പ്രോട്ടോടൈപ്പ് ഓൺ ടോപ്പ് ഓഫ് വിച്ച് ദ എൻറ്റയർ സിസ്റ്റം ഇസ് ബിൽഡ്. സോ ഈ ഒരു പ്രോട്ടോടൈപ്പ്, ഇപ്പോൾ എവല്യൂഷണറി പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഉള്ള സിസ്റ്റത്തിൽ തന്നെ നമ്മൾ പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്തിട്ട് പ്രോട്ടോടൈപ്പ്, ലൈക്ക് ആൻ എവല്യൂഷൻ, പ്രീവിയസ്ലി ക്രിയേറ്റ് ചെയ്ത പ്രോട്ടോടൈപ്പ് തന്നെ നമുക്ക് വീണ്ടും അതിൻ്റെ ടോപ്പിൽ എൻറ്റയർ സിസ്റ്റം വീണ്ടും ബിൽഡ് ചെയ്യും. സോ ബൈ യൂസിങ് ദിസ് എവല്യൂഷണറി പ്രോട്ടോടൈപ്പ് നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ്സ് വെൽ അണ്ടർസ്റ്റുഡ് ആണ്. അതുപോലെ തന്നെ ഈ പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമുക്ക് റിക്വയർമെൻറ്റ്സ് പുതിയത് ആഡ് ചെയ്യുകയും ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ യു ഹാവ് ദ ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പ്. ഇൻക്രിമെൻ്റൽ പ്രോട്ടോടൈപ്പ് നമ്മൾ ഓൾറെഡി ഇൻക്രിമെൻ്റൽ മോഡൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് അതിന് ഇൻക്രിമെൻറ്റേഷൻ കൊണ്ടുവരാം. സോ ഇറ്റ് ഈസ് ബേസിക്കലി ബിൽഡിംഗ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ പ്രോട്ടോടൈപ്പ് ടു ദ വേരിയസ് സബ് സിസ്റ്റം ആൻഡ് ദെൻ ഇൻറ്റഗ്രേറ്റിംഗ്. അപ്പോൾ ഓരോ ചെറിയ സബ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് വി ക്യാൻ ഇൻറ്റഗ്രേറ്റ് ദെം ഓൾ ഫോർ ദ അവൈലബിൾ പ്രോട്ടോടൈപ്പ് ടു ഫോം എ കംപ്ലീറ്റ് സിസ്റ്റം. അപ്പോൾ ഇത് 3 സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിങ്ങിൽ വരുന്നത്. Next, the fourth section of the phases of software development is the requirement specification. Requirement specification എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു വലിയ ഏരിയ ആണ്. ഇതിലാണ് SRS ഡോക്യുമെൻറ്റേഷനും സ്പെസിഫിക്കേഷനും കുറേ പ്രിൻസിപ്പളും അനാലിസിസും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ഫേസിലാണ് വരുന്നത്. സോ വാട്ട് ഈസ് റിക്വയർമെൻറ്റ്സ്? റിക്വയർമെൻറ്റ്സ് എന്ന് ആദ്യമേ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രോജക്റ്റ്, അതിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്, അതിൻ്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്. വാട്ട് ആർ ദ സർവീസ് ടു ബി പ്രൊവൈഡഡ് ബൈ ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഓപ്പറേഷണൽ ലിമിറ്റേഷൻസ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി ദ റിക്വയർമെൻറ്റ്സ് റിഫ്ലക്റ്റ് ദ നീഡ്സ് ഓഫ് എ കസ്റ്റമർ ഫോർ എ സിസ്റ്റം.
എന്താണ് ആ ഒരു കസ്റ്റമറുടെ ആ സിസ്റ്റത്തിൽ നിന്ന് കിട്ടേണ്ടത്, അതാണ് ഹിസ് റിക്വയർമെൻറ്റ്, ഹിസ് നീഡ്സ്. സോ അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോർമൽ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു സിസ്റ്റം പെർഫോം ചെയ്യേണ്ടത് എന്ന്. സോ റിക്വയർമെൻറ്റ്സിനെ 2 രീതി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് യൂസർ റിക്വയർമെൻറ്റ്സ്, ഒന്ന് സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. യൂസർ റിക്വയർമെൻറ്റ്സ് യൂസറിന് വേണ്ട കാര്യങ്ങൾ, സിസ്റ്റം റിക്വയർമെൻറ്റ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ, സിസ്റ്റം കറക്റ്റ് പെർഫോം ചെയ്യാൻ സിസ്റ്റത്തിന് വേണ്ട കാര്യങ്ങൾ, അങ്ങനെ. സോ അത് ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസിഫൈ കമ്പയർ ഒക്കെ ചെയ്യാം. ഹിയർ ഇസ് എ ബേസിക് കമ്പാരിസൺ ബിറ്റ്വീൻ യൂസർ റിക്വയർമെൻറ്റ്സ് ആൻഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്. യൂസർ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് കസ്റ്റമർ എഴുതുന്നതാണ്, അവരുടെ സ്വന്തം നാച്ചുറൽ ലാംഗ്വേജിൽ കസ്റ്റമർ എഴുതുന്നതാണ്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് സർവീസസ് വേണ്ടത്, അവരുടെ ഓപ്പറേഷണൽ കൺസ്ട്രെയിൻസ് എന്താണ്, അവർക്ക് അറിയുന്ന ഡയഗ്രാംസ്, ടേബിൾസ്, അവരുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്, അവർക്ക് അറിയുന്ന ബേസ് മിനിമം ലാംഗ്വേജിൽ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് ആണ് യൂസർ റിക്വയർമെൻറ്റ്സ്. സോ ആസ് എ റിസൾട്ട് വി പ്രൊവൈഡ് എ ഡെഫിനിഷൻ ഫോർ എ യൂസർ റിക്വയർമെൻറ്റ്. ഓൺ ദി അതർ സൈഡ് സിസ്റ്റം റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ സിസ്റ്റത്തിൻ്റെ ഇതനുസരിച്ച്, സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് സെറ്റ് ഔട്ട് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സിസ്റ്റംസ് ഫങ്ഷൻ, സർവീസസ് ആൻഡ് ഓപ്പറേഷണൽ കൺസ്ട്രെയിൻ. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ആ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ്, ആ പ്രോജക്റ്റിൻ്റെ എന്തൊക്കെയാണ്, അതിൻ്റെ നീഡ്സ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നോക്കുന്നത്. സോ ഈ ഫേസ് ഇസ് ബേസിക്കലി ഇറ്റ് ഇസ് ഇൻറ്റൻറ്റഡ് ടു ബി എ ബേസിസ് ഓഫ് ഡിസൈനിങ് ദ സിസ്റ്റം. എങ്ങനെയാണ് നമുക്ക് സിസ്റ്റം മോഡൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെയാണ് ഈ സിസ്റ്റം റിക്വയർമെൻറ്റ്സിൽ നോക്കുന്നത്. ആൻഡ് ദ അതർ സൈഡ് വി പ്രൊവൈഡ് എ സ്പെസിഫിക്കേഷൻ ഫോർ എ സിസ്റ്റം റിക്വയർമെൻറ്റ്. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ്. ഇനി സിസ്റ്റം റിക്വയർമെൻറ്റ്സിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. സോ ഇതും ഡിഫറൻസിയേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ സർവീസസ് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ആ സർവീസ് കസ്റ്റമേഴ്സിൽ കൊടുക്കുമ്പം അത് കറക്റ്റായിട്ട് ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡ് ബൈ ദ സിസ്റ്റം. യു ക്യാൻ റീഡ് ദ ഫസ്റ്റ് പോയിന്റ്. ഡിഫൈൻസ് ഓൾ ദി സർവീസസ് ഓർ ഫങ്ഷൻ റിക്വയർഡ് ബൈ ദ കസ്റ്റമർ ദാറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ബൈ ദ സിസ്റ്റം. കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന, ആര് കൊടുക്കുന്നത്, സിസ്റ്റം കൊടുക്കാൻ പറ്റുന്ന കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സിനെയാണ് നമ്മൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയാം. സോ അത് ബേസിക്കലി സോഫ്റ്റ്വെയർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ആയതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ടെസ്റ്റിംഗ് ഒക്കെ ഈസിയാണ്. ദെൻ ഓൾസോ യു ക്യാൻ സീ സം എക്സാമ്പിൾസ് റിലേറ്റഡ് ടു ബിസിനസ് ഇയർ. പിന്നെ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സും പറയുന്നുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ ഫീച്ചേഴ്സ് റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫങ്ഷണൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ എപ്പോഴും ഫെയിലിയേഴ്സാണ്. ഓൺ ദി അതർ സൈഡ് യു ഹാവ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ഇവിടെ എന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസും കൺസ്ട്രെയിൻസും മാത്രം വെച്ച് ഡിഫൈൻ ചെയ്യുന്നതാണ്. അതായത് എത്ര ടൈം എടുക്കും, എത്രത്തോളം റിലയബിൾ ആണ്, സ്റ്റോറേജ് എങ്ങനെയാണ്, ഡിവൈസ് കേപ്പബിലിറ്റി എന്താണ്, റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നോൺ ഫങ്ഷണൽ. അതായത് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ പാർട്ട് അല്ലാണ്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദാറ്റ് ടൈപ്പ് ഓഫ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. സോ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊന്നും അത് നോക്കില്ല. ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്രൈബ് വാട്ട് ദ സോഫ്റ്റ്വെയർ വിൽ ഡു ബട്ട് ഹൗ ദ സോഫ്റ്റ്വെയർ വിൽ ഡു ഇറ്റ്. അതാണ് അത് ബേസിക്കലി ഫോളോ ചെയ്യുന്നത്. ഓൾസോ യു ഹാവ് ആൻ എക്സാമ്പിൾ ഓഫ് ചെക്കിംഗ് ദ ലെവൽ ഓഫ് സെക്യൂരിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ഇത് നോൺ ഫങ്ഷണൽ ആയതുകൊണ്ട് തന്നെ ടെസ്റ്റിങ്ങും ഡിഫിക്കൽട്ടാണ്. അതുപോലെ തന്നെ സിസ്റ്റമായിട്ട് റിലേറ്റബിളും ആണ്. അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് സെയിം ആസ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്, എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഫെയിലിയർ ആണ്. ഇറ്റ് ഈസ് failure to meet a non-functional requirement. ഇനി നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് തന്നെ 3 ടൈപ്സ് ഉണ്ട്. പ്രോഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്. പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നുണ്ട്. സോ അതിലുള്ള റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റ് കറക്റ്റായിട്ട് യൂസറിൻ്റെ അടുത്ത് എത്തുമ്പോൾ കറക്റ്റായിട്ട് ബിഹേവ് ചെയ്യണം. ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വരണം, അല്ലാണ്ട് കുറേ ഹാങ് ആയിട്ട് കുറേ കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനുള്ളതാണെങ്കിൽ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് വരണം. സോ അതിൻ്റെ അങ്ങനത്തെ ഒക്കെ എക്സാമ്പിൾ നോക്കുമ്പോൾ എക്സിക്യൂഷൻ സ്പീഡ്, എത്രത്തോളം റിലയബിൾ ആണ്, എത്രത്തോളം റിലവൻ്റ് ആണ്, എത്രത്തോളം ഫീസിബിൾ ആണ്. അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ വെച്ചിട്ട് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിക്വയർമെൻറ്റ്സിനെയാണ് വി മെൻഷൻ ആസ് പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്സ്. ദെൻ യു ഹാവ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ്. ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ പോളിസീസ് ഉണ്ടാവും, അവരുടെ പേറ്റൻറ്റ് ഉണ്ടാവും, പിന്നെ അവർ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള പ്രൊസീജിയേഴ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് അവരുടെ റിക്വയർമെൻറ്റ്സ്. അതായത് ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ്, ദ ഇംപ്ലിമെൻറ്റേഷൻ റിക്വയർമെൻറ്റ്സ് എക്സെട്ര.
Then you have the third requirement, that is the external requirements. So they are basically derived from the factors that is external to the system and it's in the development process. So നമ്മുടെ സിസ്റ്റത്തിന് അത് ആവശ്യമുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആ ഒരു ഡെവലപ്മെൻറ്റ് ഫുള്ളി പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ ഒരു എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് ആവശ്യമാണ്. ദാറ്റ് ഇസ് ഇൻ്റർഓപ്പറബിലിറ്റി, എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്. ഇൻ്റർഓപ്പറബിലിറ്റി എന്ന് പറയുമ്പം ഈ സിസ്റ്റം എങ്ങനെയാണ് വേറെ സിസ്റ്റംസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, വേറെ ഓർഗനൈസേഷൻസിൽ ആൾക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടും, അങ്ങനെയൊക്കെ. കാരണം നമ്മളിപ്പോൾ കുറേ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രീവിയസ്ലി ചെയ്ത പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ അതിൻ്റെ മേലെ തന്നെ ബിൽഡ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഇൻ്റർ ഓപ്പറേഷണൽ. ദെൻ യു ഹാവ് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ്. അതായത് സാധാരണ പോലെ നമ്മൾ പെറ്റൻ്റ് എല്ലാം സൈൻ ചെയ്യുമ്പോൾ വിത്തിൻ ദ ലോ എന്തെങ്കിലും ഒരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഓർഗനൈസേഷൻ വിത്തിൻ ദ ടൈം അത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ലോ റിലേറ്റഡ് ആയിട്ട് കേസിന് പോവാം, അങ്ങനെയൊക്കെ ചെയ്യാം. സോ അതൊക്കെ ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്സ് ആണ്. ദ തേർഡ് വൺ ഇസ് എത്തിക്കൽ റിക്വയർമെൻറ്റ്സ്. എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് പറയുമ്പോൾ സിസ്റ്റത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് നമ്മൾ എന്തൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നോ അത് ബേസ് മിനിമം ഇറ്റ് ഷുഡ് ബി ആക്സെപ്റ്റബിൾ ടു ദ പബ്ലിക് ആൻഡ് ദ യൂസേഴ്സ്. സോ ഇതാണ് മൂന്ന് റിക്വയർമെൻറ്റ്സ് വിച്ച് ഇസ് എക്സ്റ്റേണൽ, ദാറ്റ് ഈസ് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ സിസ്റ്റം ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് പ്രോസസ്. ഇതൊരു നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്രയും ഫേസസ് ആണ് നമ്മൾ പഠിച്ചത്. സോ അതിൽ വരുന്ന ചെറിയ കാര്യങ്ങളാണ് SRS ഡോക്യുമെൻറ്റ്, ദാറ്റ് ഇസ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും SRS യൂഷ്വലി എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ SRS ഡോക്യുമെൻറ്റ്. സോ ഇത് നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഇൻ ദ റിക്വയർമെൻറ്റ് ഫേസിൽ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അതാണ് ഇതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. സോ നമ്മൾ ബേസിക്കലി റിക്വയർമെൻറ്റ് ഫേസസിൻ്റെ അവസാനം, ഫീസിബിലിറ്റി സ്റ്റഡീൻ്റെ അവസാനം ആണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും ഒരു അറ്റ് ലാസ്റ്റ് വി പ്രിപ്പയർ സം ഡോക്യുമെൻറ്റ് ഫോർ എ വെരിഫിക്കേഷൻ, ഫോർ എ പ്രൂഫ് എക്സെട്ര. സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാനേജ് ചെയ്യുന്നൊരു ഡോക്യുമെൻ്റ് ആണ് SRS ഡോക്യുമെൻറ്റ്, ദാറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്. So as an introduction, we follow this document after the gathering purpose, after gathering analysis. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓർഗനൈസേഷൻ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്. സോഫ്റ്റ്വെയർ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ്. ആ ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യുന്നവർ they are the people who will form this SRS document. സോ ഇതൊരു കറക്റ്റായിട്ടൊരു സ്ട്രക്ചേർഡ് ഫോം ഉണ്ട്. സോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡോക്യുമെൻറ്റേഷനും, അതുപോലെ തന്നെ ഏറ്റവും ഡിഫിക്കൾട്ടാണ് ഈ ഡോക്യുമെൻ്റ് എഴുതി തീർക്കാൻ. കാരണം റിക്വയർമെൻറ്റ്സ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം റെലവൻ്റ് ആണ്, അതെങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൽ നോക്കണം. And also SRS is expected to cater the needs of a wide variety of audience. അപ്പോൾ ബേസിക്കലി നമ്മൾ റിക്വയർമെൻറ്റ്സ് എല്ലാവർക്കും ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, ബട്ട് വിത്തിൻ ദ ടൈം, വിത്തിൻ ദ കോസ്റ്റ്, എല്ലാ ഏരിയാസും എല്ലാ കൺസ്ട്രെയിൻസും നോക്കിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും വെരി മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് വേണം we should write this SRS document. So അതുകൊണ്ട് തന്നെ it is very tough to write SRS document. കാരണം ഇത് വെറൈറ്റി ഓഫ് ഓഡിയൻസിൻ്റെ നീഡ്സ് പറയുന്ന രീതിയിലാണ് this SRS document should be maintained. So who are the users of this SRS document? കുറേ നമ്പർ ഓഫ് യൂസേഴ്സ് ഉണ്ട്. സാധാരണ പോലെ തന്നെ സിസ്റ്റമായി യൂസ് ചെയ്യുന്ന യൂസേഴ്സും അതിൻ്റെ കസ്റ്റമേഴ്സും, then marketing peoples, then developers, engineers, user document writers, project managers, maintenance engineer, പിന്നെ ഇത് കൂടാണ്ട് ക്വാളിറ്റി എൻജിനീയേഴ്സ്, ക്വാളിറ്റി ടെസ്റ്റിംഗ്, അങ്ങനെ കുറേ എല്ലാവരും ഈ SRS ഡോക്യുമെൻറ്റിൻ്റെ യൂസേഴ്സ് ആവാം. വൺ വേ ഓർ ദി അതർ എല്ലാവർക്കും ആ ഒരു ടീമിൽ എല്ലാവർക്കും SRS ഡോക്യുമെൻറ്റ് വായിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് എപ്പോഴും. Everyone should know what is an SRS document and how it is well written and maintained. സോ യൂസേഴ്സ് ഓഫ് ദിസ് SRS ഡോക്യുമെൻറ്റിൻ്റെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. കസ്റ്റമേഴ്സും യൂസേഴ്സും എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ആ നീഡ്സ് ഉള്ളത് അവരെയാണ് വി ഫോളോ ആസ് യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. പിന്നെ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ സെയിൽസ്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ്, പിന്നെ അങ്ങനത്തെ കുറച്ച് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ മാർക്കറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത് അവരാണ് ഡിസൈൻ ചെയ്യുന്നത്. സോ
അതെങ്ങനെയാണ്, കാരണം SRS നോക്കിയിട്ട് അവർക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ടെസ്റ്റ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പം അവർക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഫങ്ഷണാലിറ്റീസ് മനസ്സിലാക്കാൻ പറ്റും, ടെസ്റ്റ് കേസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ ഓൾസോ ഫൈൻഡ് ഔട്ട് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡാറ്റ വിച്ച് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് പ്രിസൈസ്ലി. ദെൻ യു ഹാവ് യൂസർ ഡോക്യുമെൻറ്റേഷൻ റൈറ്റേഴ്സ്, അതായത് യൂസർ മാനുവൽ എഴുതുന്ന ആൾക്കാർ. അവർക്ക് SRSും അവർക്ക് ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കണം, എന്നാൽക്കാണ് അവർക്ക് യൂസേഴ്സ് മാനുവൽ ഉണ്ടാക്കാൻ പറ്റുക. യൂസേഴ്സ് മാനുവൽ എന്ന് പറയുന്നത് എൻ്റെ യൂസേഴ്സിന് ഈ സിസ്റ്റം കിട്ടുമ്പം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു AC വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു യൂസേഴ്സ് മാനുവൽ ഉണ്ടാവും. എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ. സോ അത് നമ്മൾ ആസ് എ സാധാരണ ഒരാൾ അറിയുന്ന ആളാണെങ്കിൽ അതൊന്നും വായിക്കാണ്ട് തന്നെ ഡയറക്റ്റ്ലി വാഷിംഗ് മെഷീൻ ഓൺ ആക്കും. ഇനി അതല്ല അതൊന്നും അറിയാത്ത ആളാണെങ്കിൽ യൂസേഴ്സ് മാനുവൽ വായിച്ചിട്ട് he will understand something and then only he will go for the operation of that electronic device. So അതിനൊക്കെ വേണ്ടിയിട്ടാണ് we are creating this users manual. Then next one is the project manager. പ്രോജക്റ്റ് മാനേജർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ഈ SRS ഡോക്യുമെൻറ്റ് വായിച്ചിട്ട് അവർക്ക് ആ പ്രോജക്റ്റിൻ്റെ എസ്റ്റിമേറ്റ് എത്രയാണെന്നുള്ള പറയാനുള്ള, ഒറ്റയടിക്ക് പറയാൻ പറ്റൂലെങ്കിലും ത്രൂ എക്സ്പീരിയൻസ് ദേ ഹാവ് ദ എബിലിറ്റി ടു ടെൽ ഹൗ മച്ച് വിൽ ബി ദ കോസ്റ്റ്, ദേ ക്യാൻ എസ്റ്റിമേറ്റ് ദ കോസ്റ്റ്. സോ അങ്ങനത്തെ ഒക്കെ ഇൻഫർമേഷൻസ് ആണ് ഈ SRSൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യാനും പറ്റും. ദെൻ നെക്സ്റ്റ് യു ഹാവ് മെയിൻ്റനൻസ് എഞ്ചിനീയർ. മെയിൻ്റനൻസ് എഞ്ചിനീയർ എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു നീഡ് വെച്ച് നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തു അതിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് അതിൻ്റെ ബേസ് ഫങ്ഷണാലിറ്റി എന്തൊക്കെയാണെന്ന് അറിയണം. സോ അതുകൊണ്ട് തന്നെ അവർക്ക് കോഡിങ്ങും ഡിസൈനൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ മോഡിഫിക്കേഷൻസ് ഒക്കെ വേണമെങ്കിൽ അതൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ യൂസേഴ്സ് ഓഫ് SRS ഡോക്യുമെൻറ്റ്. ഇനി ഇവർ കൂടാണ്ട് വരുന്ന യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇതേ SRS ഡോക്യുമെൻ്റ് ഒരു റെഫറൻസ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ SRS ക്യാൻ ആക്ട് ആസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീം. പിന്നെ എന്തെങ്കിലും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും, പിന്നെ നമുക്ക് ഈ SRS എന്ന് പറഞ്ഞ ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യാനും എന്തിനും വേണ്ടി നമുക്ക് ഈ SRS കാണിക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് ദ ബേസിക് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വേണ്ടത്. സോ ഒരു SRS ഡോക്യുമെൻറ്റ് ആദ്യമേ നമ്മൾ ഫയൽ ചെയ്ത് വെച്ചാൽ പിന്നെ റിക്വയർമെൻറ്റ്സ് മാറ്റാൻ പറ്റില്ല. ആ റിക്വയർമെൻറ്റ്സ് തന്നെ ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പ്രോഡക്റ്റെല്ലാം ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ വന്ന് പിന്നെ എന്ത് ചേഞ്ച് വരുത്തുകയാണെങ്കിൽ നമുക്കത് പുതിയ പ്രോജക്റ്റ് ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ തന്നെ മെയിൻ്റനൻസ് ഫേസിൽ അത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ബ്രേക്ക് ചെയ്യാം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ പിന്നെയാണ് വരുന്നത്. സോ ഇതൊക്കെയാണ് ഇപ്പം SRSൻ്റെ യൂസസ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരാൾക്ക് റെഫറൻസ് ഡോക്യുമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും കോൺട്രാക്ട് ബ്രേക്കിങ്ങിലും ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അപ്പോഴൊക്കെ ഒരു പ്രൂഫായിട്ട് യു ക്യാൻ യൂസ് ദിസ് SRS. ആൻഡ് ഓൾസോ an SRS document should be well formulated. സോ ഒരു വെൽ ഫോർമുലേറ്റഡ് കേസ് പറയുമ്പം SRS ഡോക്യുമെൻ്റ് എങ്ങനെ വേണോ ചെയ്യാം എന്നുള്ള രീതി അതൊക്കെ ഓരോ ഓർഗനൈസേഷൻ്റെ ഇബിലിറ്റി പോലെ ഇരിക്കും. ബട്ട് ദർ ഇസ് എ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഫോർ SRS ഡോക്യുമെൻറ്റ്. അപ്പോൾ അത് വെൽ ഫോർമുലേറ്റ് ചെയ്താൽ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന റീവർക്ക്സ് ചെയ്യാം, എഗ്രിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഫ്യൂച്ചറിൽ നമ്മൾ ഈ പ്രോജക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിൻ്റെ അപ്പോൾ യൂസ് ചെയ്യാം, കോസ്റ്റ് ഷെഡ്യൂൾസ് ഒക്കെ നോക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെൽ ഫോർമുലേറ്റഡ് SR ഡോക്യുമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് യൂസസ്. ദെൻ യു ഹാവ് ക്യാരക്ടറിസ്റ്റിക്. ഇത് ബേസിക് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞാൽ മതി. കോൺസൈസ് ആണ്, ട്രേസബിൾ ആണ്, മോഡിഫയബിൾ ആണ്, വെരിഫയബിൾ ആണ്, ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻ്റ് ആണ്, പിന്നെ അൺഡിസൈറബിൾ ഇവൻറ്റ്സിൻ്റെ റെസ്പോൺസ് നമുക്ക് ചെയ്യാം. ലൈക്ക് ഇപ്പോൾ റിക്വയർമെൻറ്റ്സിൽ സ്പെസിഫൈ ചെയ്ത കാര്യം മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് വളരെ ചുരുക്കി ഏറ്റവും ഒബ്സേർവ് ചെയ്തിട്ട് ഏറ്റവും ടഫായിട്ട് എഴുതേണ്ട കാര്യമാണ് ദിസ് SRS ഡോക്യുമെൻറ്റ്. സോ അത്രയും നമ്മൾ കോൺസെൻട്രേഷനോടെ അത്രയും മീൻസ് ആ ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്നാണ് പറയുന്നത്, അതിൻ്റെ ഫുൾ കാര്യങ്ങളാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫേസ്. അതുകൊണ്ട് തന്നെ അത്രയും കാര്യത്തോടെയാണ് നമ്മൾ ഈ SRS ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് നിങ്ങൾക്ക് തന്നെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. കോൺസൈസ് മീൻസ് ഇറ്റ് ഈസ് അൺഎംബിഗ്വസ്, ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ഓൾസോ കംപ്ലീറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ്. അതുപോലെ തന്നെ വേർബേഴ്സ് ആൻഡ് ഇറവലൻറ്റ് ഡിസ്ക്രിപ്ഷൻ റെഡ്യൂസ് റീഡബിലിറ്റി ആൻഡ് ഇൻക്രീസസ് പോസിബിലിറ്റി ഓഫ് എറേഴ്സ്. സോ നമ്മൾ ചുരുക്കി എഴുതുമ്പോഴും ഇറവലൻ്റ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതുമ്പോഴും
യൂസറിന് റീഡ് ചെയ്യാൻ പറ്റുന്ന റീഡബിലിറ്റി കുറയും ചെയ്യും, അതുപോലെ തന്നെ എറേഴ്സിൻ്റെ പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ഷോർട്ട് ഫോംസ് എല്ലാം ഒഴിവാക്കി കറക്റ്റായിട്ട് ക്രിസ്പായിട്ട് കറക്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ട് അൺആംബിഗ്വസ് ആയിട്ട് എഴുതാം. ഡിസ്ക്രൈബ് മീൻസ് വലുതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെന്നില്ല, വിത്തിൻ ദ ലിമിറ്റ് കോൺസൈസ് ആയിട്ട് ഡിസ്ക്രൈബ് ബ്രീഫ്ലി. ദെൻ നെക്സ്റ്റ് യു ഹാവ് ഇറ്റ് ഇസ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻഡിപെൻഡൻറ്റ്. അതായത് നമ്മൾ SRSൽ എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ വേണ്ട. എന്താണ് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ എന്താണ് അത് ചെയ്യേണ്ടത്, എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഈ SRSൽ വരുന്നത്. So as a result, we are only visible the external behavior of the software and we does not discuss the implementation issues. So it is also called as black box specification of software. ഈ ബ്ലാക്ക് ബോക്സ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് പുറമേ കൂടി ഇങ്ങനെ എല്ലാം സ്പെസിഫൈ ചെയ്യുന്നതല്ലാണ്ട് നമ്മൾ അകത്തൂടെ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. സോ വി ആർ ഓൺലി ഫോക്കസിങ് ഓൺ ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് നീഡ്സ് ആൻഡ് വി ഡസ് നോട്ട് ഡിസ്കസ് വാട്ട് ഇസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ദി സോഫ്റ്റ്വെയർ. If it is a product, then what is the product and how it is going to be designed, etc. So hence it is called as black box specification. Then it is traceable. Traceable എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ അത് ട്രേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിസൈൻ എലിമെൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവും. സ്പെസിഫിക് ആയിട്ടുള്ള യു ക്യാൻ സീ ദ സെൻറ്റൻസ് ഇറ്റ് ഇസ് പോസിബിൾ ടു ട്രേസ് എ സ്പെസിഫിക് റിക്വയർമെൻറ്റ് ടു ഡിസൈൻ എലിമെൻറ്റ്സ് ദാറ്റ് ഇംപ്ലിമെൻറ്റ് ഇറ്റ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ അതൊക്കെ ഡെവലപ്പേഴ്സ് നോക്കുമ്പോഴാണ് അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് എന്താണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റ് ഇസ് ട്രേസബിൾ എന്ന് പറയുന്നത്. സോ എവറി ടൈം ഇറ്റ് ഷുഡ് ബി ദ ട്രേസബിൾ പ്രോപ്പർട്ടി ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. കാരണം എപ്പോഴും നമുക്ക് റിസൾട്ടൊക്കെ വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഓരോ ഫേസിന് റിസൾട്ട് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ദെൻ യു ഹാവ് മോഡിഫയബിൾ. മോഡിഫൈ എന്ന് പറഞ്ഞാൽ ഓൾറെഡി SRS ഡോക്യുമെൻറ്റ് വെൽ സ്ട്രക്ചേർഡ് ആണ്. പിന്നെ കസ്റ്റമറിൻ്റെ ചേഞ്ചസ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ്, റിക്വയർമെൻറ്റ്സ് എല്ലാം ഫ്രീക്വൻ്റ്ലി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് SRS ഡോക്യുമെൻറ്റ് ഫ്രീ ആയിട്ട് ലൈക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈസിലി മോഡിഫയബിൾ. അതുപോലെ തന്നെ വെൽ സ്ട്രക്ചേർഡ് ഡോക്യുമെൻ്റ് ആകുമ്പം അത് മോഡിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ടു. Then response to undesired events. So SRS should discuss the software responses to various undesired events and exceptional conditions that may arise. സോ എന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യുമ്പോഴാണ് നമുക്ക് റിസ്ക് എല്ലാം വരുന്നത്. സോ റിസ്ക് എല്ലാം നിങ്ങൾ നെക്സ്റ്റ് അപ്കമിങ് മോഡ്യൂൾസിൽ പഠിക്കും. എന്തെങ്കിലുമൊക്കെ അപ്പോൾ അങ്ങനത്തെ അൺഡിസൈർഡായിട്ടുള്ള ഇവൻറ്റ്സ് വരുമ്പോൾ അതിനുള്ള റെസ്പോൺസും കൂടി നമ്മൾ SRSൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ദെൻ ഇറ്റ് ഈസ് വെരിഫയബിൾ. അതായത് ആർക്കും നോക്കിയാലും ഏതെങ്കിലും ഒരു എക്സ്പെർട്ട് ടീം വന്ന് അവർക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യാനും ഈ ഒരു SRS ഡോക്യുമെൻറ്റ് നോക്കിയിട്ട് നമുക്ക് ടെസ്റ്റ് കേസസ് ഡിസൈൻ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനൊക്കെയാണ് വി മെൻഷൻ ഇറ്റ് ആസ് വെരിഫയബിൾ. സോ വി ക്യാൻ ഹാവ് ലിറ്റിൽ എക്സാമ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഫോമാറ്റ് എന്നൊക്കെ. സോ ഇത് IEEE പറയുന്ന ഡെഫിനേഷൻ എന്ന് പറയുന്നത് യു ക്യാൻ സി IEEE ഡിഫൈൻസ് SRS ആസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി ഡിസ്ക്രൈബ്സ് ഈച്ച് ഓഫ് ദ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, functions, performance, design constraint, quality attributes of the software and the external interfaces. So ഒരു ഡോക്യുമെൻറ്റ് വിച്ച് ഇസ് ക്ലിയർലി ആൻഡ് പ്രിസൈസ്ലി എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് നമുക്ക് സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഇൻ്റർഫേസസിലും വി ക്യാൻ അപ്ലൈ ദിസ് SRS ഡോക്യുമെൻറ്റ്. ഇത് IEEE തരുന്ന സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ്. SRS ചോദിച്ചാലും നിങ്ങൾ ഇപ്പോൾ 3 എടുത്ത ക്ലാസ് ഇത് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഡെഫിനിഷനും കൊടുക്കുക. So you have the part of the SRS document as functional requirement, non-functional, then goal of implementation. ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണ് യൂസേഴ്സിനെയും വിത്ത് റെസ്പെക്ട് ടു സിസ്റ്റം വെച്ച് നോക്കുമ്പോഴും അത് നമുക്ക് ഫങ്ഷൻ്റെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. കാരണം അത് സോഫ്റ്റ്വെയർ ആയിട്ട് മിംഗ്ലിംഗ് ആണെങ്കിലും ഹൗ ടു ഡു ആൻഡ് വെൽ ടു ഡു അതൊക്കെ നോൺ ഫങ്ഷണൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ദ സിസ്റ്റവും പറഞ്ഞിട്ടുണ്ട്. സോ യു ക്യാൻ സീ സം എക്സാമ്പിൾസ്. ഇത് ഒന്നും അത്ര ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊരു ഓൺലൈൻ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതുപോലെ തന്നെ ഇഫ് യു ആർ ക്രിയേറ്റിംഗ് ആൻ ATM സോഫ്റ്റ്വെയർ നമുക്ക് വിഡ്രോവൽ, ബാലൻസ് ചെക്ക്, പിൻ, ഫണ്ട് ട്രാൻസ്ഫർ. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ആസ് എൻ എക്സാമ്പിൾ ഇറ്റ് ഈസ് മെൻഷനിങ്. ദെൻ ഓൾസോ ലൈബ്രറി മാനേജ്മെൻറ്റ് ആണെങ്കിൽ അതിലെന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ മ്യൂസിക് പ്ലെയർ ആണെങ്കിൽ അതിനെന്തൊക്കെയാണ് വേണ്ടത്, അങ്ങനത്തെ റിക്വയർമെൻറ്റ്സ്.
ഇനി നോൺ ഫങ്ഷണാലിറ്റി റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ സോഫ്റ്റ്വെയർ ആയിട്ട് ഡയറക്റ്റ്ലി സപ്പോർട്ടഡ് അല്ലെങ്കിൽ ഹൗ വി ക്യാൻ ഡൂ ഇറ്റ്, അതിലാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. സോ ഹെൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സിസ്റ്റം cannot be expressed using the function, that is non-functional requirement. അതിൽ തന്നെ സ്കെയിലബിലിറ്റി, മെയിൻറ്റൈനബിലിറ്റി, പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പോർട്ടബിലിറ്റി, റിലയബിലിറ്റി എക്സെട്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ദെൻ ഗോൾ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ SRSൻ്റെ പോർഷൻ തന്നെയാണിത്. നമുക്ക് ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് റിവൈസ് ചെയ്യാനും സിസ്റ്റം ഫങ്ഷനാലിറ്റീസ് നോക്കാനും അങ്ങനത്തെ കുറേ കാര്യങ്ങളും, ദെൻ ന്യൂ ഡിവൈസസ് ടു ബി സപ്പോർട്ട് ഇൻ ദ ഫ്യൂച്ചർ, ദെൻ റിയൂസബിലിറ്റി ഇഷ്യൂസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. സോ ഗോൾ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ അത് തന്നെയാണ്. റിയൂസബിലിറ്റി ഇഷ്യൂസും അത് തന്നെയാണ്. പ്രീവിയസ് സ്ലൈഡ് തന്നെയാണ് ഒന്നും കൂടി കാണിച്ചിട്ടുള്ളത്. ദെൻ ഇതാണ് SRSൻ്റെ ടെംപ്ലേറ്റ്. ജസ്റ്റ് ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ്, റിവിഷൻ ഹിസ്റ്ററീസ്, പിന്നെ ഇൻട്രൊഡക്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ, ഡിസ്ക്രിപ്ഷൻസിൽ കുറച്ച് കാര്യങ്ങൾ, സിസ്റ്റം ഫീച്ചേഴ്സ് ആണ്, ദെൻ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ആണ്, ദെൻ അതർ നോൺ ഫങ്ഷണൽ, അതർ റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ. ഇതിലൊന്നും ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഡിസൈൻ എന്താണ്, അതല്ലെങ്കിൽ കോഡിങ് എന്താണ്, അതൊന്നും ഇതിൽ പറയില്ല. ഇതിൽ ഓവറോൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കൺസ്ട്രെയിൻ, നമുക്ക് എത്ര ടൈം ലിമിറ്റ് ഉണ്ട്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഡോക്യുമെൻറ്റേഷൻ എന്തൊക്കെയാണ്, നമ്മൾ ചെയ്യുന്ന അസംഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ടെംപ്ലേറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അതുപോലെ തന്നെ SRS ഡോക്യുമെൻറ്റിന് IEEE ഫോമാറ്റിലുണ്ട്. ആൻ എഞ്ചിനീയറിംഗ് കോളേജ് ഡിസൈഡ് ടു ഓട്ടോമേറ്റ് ദ ലൈബ്രറി പ്രൊസീജിയർ, പ്രിപ്പയർ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഫോർ ദ പേർപ്പസ്, പ്രപ്പോസ്ഡ് സോഫ്റ്റ്വെയർ ഇൻ IEEE ഫോർമാറ്റ്. സോ നമുക്കൊരു ലൈബ്രറി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ചെയ്യണമെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ലൈബ്രറി ഒരാൾക്ക് ലോഗിൻ വേണം, ലൈബ്രറിയന് ലോഗിൻ വേണം, അഡ്മിൻ വേണം, അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ എല്ലാം ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ അങ്ങനെ, ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ രീതിയിലുള്ള ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ യു ഹാവ് എൻ ഇൻട്രൊഡക്ഷൻ ഫേസ്. അതിൽ പേർപ്പസ് എന്താണ്, ഡോക്യുമെൻറ്റ് കൺവെൻഷൻസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഓഡിയൻസ്, പിന്നെ പ്രോഡക്റ്റിൻ്റെ സ്കോപ്പ് എന്താണ്, പ്രോഡക്റ്റിൻ്റെ പെർസ്പെക്റ്റീവ്സ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക് എന്താണ്, മോഡ്യൂൾസ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിൻ മോഡ്യൂൾ, യൂസർ മോഡ്യൂൾ, ലൈബ്രറി മെമ്പേഴ്സ്, അതൊക്കെ ഫങ്ഷൻ ചെയ്യും. ദെൻ സിസ്റ്റം ഫീച്ചേഴ്സ്, ദെൻ പുതിയ മെമ്പറിനെ ആഡ് ചെയ്യണം, യൂസറിന്, ഇങ്ങനത്തെ കുറേ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് യു ഹാവ് ദ അപ്പൻഡിക്സ്, ദെൻ ഹാർഡ്വെയർ റിക്വയർമെൻറ്റ്സ്, അതൊക്കെയാണ്. സോ ദിസ് ഈസ് എ ടെംപ്ലേറ്റ് ഫോർ ദ SRS ഡോക്യുമെൻറ്റ്. ഒരു വലിയ കുറേ പേജുള്ളൊരു ഡോക്യുമെൻ്റ് ആണ്. നമ്മളെല്ലാം പ്രിസൈസ് ആൻഡ് കൺസൈസ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് ഫുൾ ആ ഒരു പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് നമ്മൾ പറയുന്നതാണ് SRS ഡോക്യുമെൻറ്റ്. സോ ദാറ്റ്സ് ഓൾ. വി കംപ്ലീറ്റ് ദിസ് മോഡ്യൂൾ 2. താങ്ക് യു.